ഈ കസവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ വെച്ചാലും ഒറിജിനൽ കസവാണെങ്കിൽ പിന്നെ നമ്മൾ ഗോൾഡ് ആദ്യം ഇതിന് സിൽക്കിൽ സിൽവർ കോപ്പർ കൊണ്ട് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് അതിൽ ഗോൾഡ് കൊണ്ട് ഇലക്ട്രോപ്ലേറ്റ് ആണ് ഒറിജിനൽ കസവ് ഉണ്ടാക്കുക. അതാണ് കാഞ്ചീപുരം സാരിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വെച്ചാൽ കാഞ്ചീപുരം സാരികൾ വിറ്റ് കഴിഞ്ഞാലും സെക്കൻഡ്സ് നമ്മൾ അതിൻ്റെ വാല്യൂ സ്വർണത്തിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരിൽ നിന്ന് വരികയാണ്. ഇവിടെ വെച്ചാൽ ജസ്റ്റ് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളേജാണിത്. ഇന്ത്യയിൽ 10 സ്ഥലങ്ങളിലാണ് ഈ കോളേജ് ഉള്ളത്. അത് കേരളത്തിലത് പിന്നെ ഇവിടെ തോട്ടടയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഇവിടെ പല രീതികളിലുള്ള കോഴ്സുകളുണ്ട്. ഇപ്പോൾ താങ്കൾക്ക് ആർക്കെങ്കിലും ഇത് ഉദ്ദേശിച്ചിട്ട് വരുന്ന ആൾക്കാർക്കാണ്ട് നേരിട്ട് വന്നിട്ട് അവിടെ ഷോർട്ട് ടേം കോഴ്സുകളോ താമസിച്ച് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി, BSc കോസ്റ്റ്യൂം ഉണ്ട്, കോസ്റ്റ്യൂം ആൻഡ് ഡിസൈനിങ് BSc ഉണ്ട്. അതുപോലെ തന്നെ BSc ഇൻറ്റീരിയർ ആൻഡ് ഫർണിഷിംഗ് എന്നിട്ടുള്ള കുറേ കോഴ്സുകൾ അവിടെ ചെയ്യുന്നുണ്ട്. ഗാന്ധിജീൻ്റെ ഈ ഫോട്ടോ ആണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്, നെയ്തെടുക്കുക. ഇത് വെച്ചാൽ കൈകൊണ്ട് ഇങ്ങനെ നെയ്തെടുക്കാൻ. അപ്പോൾ ഗാന്ധിജീൻ്റെ ഒരു ഫോട്ടോ ഇവിടെ നമ്മൾ ഇവിടെ വെക്കുന്നു. അതിനുശേഷം അതിൻ്റെ പ്രതിബന്ധം നോക്കിയിട്ട് ഇതാണ് കലാകാരൻ. അബ്ദുൽ കലാമിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ ഈ ടാപ്പസ്ട്രി എന്നാണ് ഇതിന് പറയാം. നെയ്തെടുത്തിട്ട് നേരിട്ട് കൊടുത്ത ആളാണ് അയാൾ. നേരിട്ട് കൊടുത്ത ആൾ മോഹൻലാലിനൊക്കെ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. പല മന്ത്രിമാർക്കും പല അങ്ങനെയുള്ള VIP കൾക്കും അല്ലേ മനോരട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരാൾക്ക് കിട്ടാത്തൊരു കഴിവാണ് എന്നുള്ളത്. അദ്ദേഹം അവിടെ നെയ്തിരിക്കുന്ന അവിടെ കാണാൻ പറ്റും. അവിടെ അപ്പോൾ നെഹ്റുവും പിന്നെ ഇവരെ നിൽക്കുന്ന ഫോട്ടോസ്, ആ ഫോട്ടോ കാണുന്നില്ലേ, അതെല്ലാം നെഹ്റുവും പിന്നെ ഗാന്ധിജിയും ഡിസ്കസ് ചെയ്യുന്ന ഫോട്ടോസ്, ഗാന്ധിജിയുടെ ഫോട്ടോസ്, അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ നേരിട്ട് ചെയ്താണ്. പറഞ്ഞാൽ പഞ്ഞിയിൽ നിന്നിങ്ങനെ ഇതുവരാക്കിയതിന് ശേഷം ഇതിനെ നൂലാക്കി മാറ്റിയിട്ട് ഈ നൂലിൽ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫൈബർ ടു ഫാബ്രിക് ആണ്. നൂലിൽ നിന്ന് ഇങ്ങനെ തന്നെ വന്ന് നേരെ നമുക്ക് ഇവിടെ പോവുകയാണെങ്കിൽ ഈ നൂലിനെ നമ്മൾ വൈൻഡ് ചെയ്യും. ഇവിടെ വൈൻഡ് ചെയ്തിട്ട് ഇതേപോലെ ബോബിനാക്കി മാറ്റും. ഇങ്ങനെ ബോബിനാക്കി മാറ്റിയ ശേഷം ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. ഇതാണ് ഇതിനെ വാർപ്പ് അല്ലെങ്കിൽ പാവ് എന്ന് പറയും. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ നേരത്തെ വൈൻഡ് ചെയ്ത സാധനങ്ങൾ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൽ നമ്മളിവിടെ എന്ത് ചെയ്യും, ഇതിനെങ്ങനെ എത്രയാണോ നമുക്ക് എൻസ് വേണ്ടത്, നൂല് വേണ്ടത്, അത്രയും നൂലുകൾ നമ്മൾ എന്ത് ചെയ്യും ഇതിലേക്ക് മാറ്റിയ ശേഷം അതിനെ നമ്മൾ എവിടെ അത് ചെയ്യും, നേരെ ഈ കാണുന്ന ഇതാണ് വാർപ്പ് ബീം എന്ന് പറയുന്നത്. ഇതിലേക്ക് പാവിന് ചുറ്റും, ഇതാണ് പാവ്, വെർട്ടിക്കലായിട്ട് വന്ന ഈ പാവിന് ചുറ്റിയ ശേഷം ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഇങ്ങനെ ഇതാണ് ഊട്, ക്രോസ് ചെയ്യുന്നതാണ് ഊട്. അങ്ങനെ ഊട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും. ഡിഫറൻറ്റ് ഇതാണ് ആയിട്ടുള്ള യാണ് തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. പല കളർ വെച്ചിട്ടുള്ള ഹാങ്ക്. അപ്പോൾ നമ്മളവിടെ കണ്ടിട്ടുണ്ടാവും, അവിടെ ഹാങ്കായിട്ട് മാറുന്നുണ്ട്. അവിടെ കാണുന്നില്ലേ, ഇവിടെ ഈ ഹാങ്കില്ലേ, ഇത് കളറ് ചെയ്തിട്ടാണ് അതേപോലെ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇതിന് കളർ ചെയ്യുന്നതിന് പല ഇതുമുണ്ട്, ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മൾ. ഇപ്പം യാണുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അവിടെയാണ് കോട്ടൺ ഉണ്ട്, സിൽക്ക് ഉണ്ട്, ലിനനുണ്ട്, ജൂട്ടുണ്ട്, ബനാന. നമ്മൾ സാധാരണ ഈ കളറുകൾ എങ്ങനെയാണ്? കളറിൽ വ്യത്യസ്തമായിട്ടുള്ള വെച്ചാൽ കോട്ടണിലേക്ക് ചെയ്യുന്ന സമയത്ത് കോട്ടണിൽ മാത്രം പിടിക്കുന്ന കളറുകൾ. എനി ടൈം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ നമ്മൾ ഇതുണ്ട്, അഡ്രസ്സ് ഉണ്ട്, അവിടെ വന്ന് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ വന്നിട്ട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിൽ അതായത് ഗാർമെൻറ്റിങ്ങിലായാലും ശരി, ഡിസൈനിങ്ങിലായാലും ശരി, വീവിങ്ങിലായാലും ശരി, പിന്നെ ഡൈയിങ് മീൻസ് കളറിങ്, ടെസ്റ്റിങ്. അപ്പോൾ ഫൈബർ ടു അപ്പാരൽ വരെ നിങ്ങളിട്ടിരിക്കുന്ന ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം അവിടെ നമ്മുടെ അടുത്തുണ്ട്. അല്ലെങ്കിൽ അത് അവിടെ ഇല്ലെങ്കിൽ കൂടി അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്.